ഒടുവിൽ വേദനയോടെ CPM-നും പിണറായിക്കും ഗോവിന്ദനും അത് സമ്മതിക്കേണ്ടി വരുമോ? വടക്കും മധ്യ കേരളത്തിലും തിരിച്ചടി. ആശങ്കയിൽ CPM. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചത് UDF-ന് ഗുണമാകുമെന്ന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. കീഴ്ഘടകങ്ങളിൽ നിന്നും ലഭിച്ച ബൂത്ത് തല വിവരങ്ങളും അടിയൊഴുക്കുകളും സൂക്ഷ്മമായി വിലയിരുത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ വിലയിരുത്തലിൽ എത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമുണ്ടായ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ CPM സംസ്ഥാന നേതൃത്വം. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി. കീഴ്ഘടകങ്ങളിൽ നിന്നും ലഭിച്ച ബൂത്ത് തല വിവരങ്ങളും അടിയൊഴുക്കുകളും സൂക്ഷ്മമായി വിലയിരുത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ വിലയിരുത്തലിൽ എത്തിയത്. ചില മന്ത്രിമാരുടെ തോൽവിക്ക് പുറമെ ചുരുക്കം ചില സീറ്റുകൾ നഷ്ടമാകുമെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. 7 ജില്ലകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പാർട്ടി. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മലബാറിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരിച്ചതായാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. ഈ വോട്ടുകൾ UDF-ന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് CPM. UDF ജമാഅത്തെ ഇസ്ലാമിയുമായും SDPI-യുമായും കൂട്ടുകെട്ടിലാണെന്ന് CPM നേരത്തെ ആരോപിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിലും പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ലെന്ന് ഭവന സന്ദർശനങ്ങൾക്കിടെ നേതാക്കളോട് പാർട്ടി അനുഭാവികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൂടാതെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറികളും പ്രശ്നങ്ങൾക്കിടയാക്കി. G. സുധാകരൻ, PK ശശി, ഐഷ പോറ്റി അങ്ങനെയുള്ള നേതാക്കൾ പാർട്ടി വിട്ടത് അതത് ജില്ലകളിൽ അണികൾക്കിടയിൽ ആത്മവിശ്വാസം ചോർത്തിയതായും ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ടിലുണ്ട്. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിജയം സുനിശ്ചിതമാണെന്ന വിലയിരുത്തലുണ്ടെങ്കിലും ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ തവണ 20,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ LDF കൺവീനറുടെ പോരാട്ടം കടുപ്പിക്കാൻ ലീഗ് സ്ഥാനാർത്ഥിക്കായത് സംഘടനാ ദൗർബല്യമായി കാരണമെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. അതേസമയം UDF BJP ഡീൽ ഉണ്ടായെന്ന CPM-ന്റെ ആരോപണം തോൽവിക്ക് മുൻപുള്ള മുൻകൂർ ജാമ്യം തേടലാണെന്ന് പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF BJP ഡീൽ ആരോപണം വീണ്ടും ഉയർത്തി LDF രംഗത്തെത്തിയത് മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് തുല്യമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി തോമസ് പറഞ്ഞു. CPM BJP ഡീലാണ് സംസ്ഥാനത്തുടനീളം നടന്നത്. തോൽവി ഉറപ്പായപ്പോൾ ഡീൽ ആരംഭിച്ച് രംഗത്ത് വരികയാണ്. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് NDA സ്ഥാനാർത്ഥിയാണെന്നും സണ്ണി തോമസ് പറഞ്ഞു. കോഴിക്കോട് നാദാപുരത്തും വടകരയിലും UDF BJP ഡീൽ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചത്. ഡീലിന്റെ പിന്നിൽ ഷാഫി പറമ്പിലും പാറയ്ക്കൽ അബ്ദുള്ളയുമാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു. വോട്ടെണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും. UDF-ന് വേണ്ടി വോട്ട് മറിച്ച BJP പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ആടിയുലാതെ നിൽക്കുന്ന ഇടതുകോട്ടയാണ് നാദാപുരം. നാദാപുരത്തെ സ്ഥാനാർത്ഥി നിർണയവും ചർച്ചയായിരുന്നു. CPI രംഗത്തിറക്കിയിരിക്കുന്നത് മഹിളാ മുന്നണിയുടെ ദേശീയ നേതാവും മുൻ MLA സത്യൻ മൊകേരിയുടെ ഭാര്യയുമായ P. വസന്തത്തെയാണ്. ഒരു കുടുംബത്തിൽ തന്നെ സീറ്റ് നൽകിയതിനെ ചൊല്ലിയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പിലെ വിമത പ്രവർത്തനങ്ങളുടെ പേരിൽ കോഴിക്കോട് ജില്ലയിലെ 9 നേതാക്കളെ BJP പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. RBയിലെ സിറ്റിംഗ് MLA KK രമയാണ് UDF-ന് വേണ്ടി രംഗത്തുള്ളത്. 2009-ൽ TP ചന്ദ്രശേഖരൻ മത്സരിച്ച ടെലിവിഷൻ ചിഹ്നത്തിലാണ് ഇത്തവണയും രമ വോട്ട് നേടിയത്. TP ചന്ദ്രശേഖരൻ വെട്ടേറ്റ് കൊല്ലപ്പെട്ട മെയ് 4-നാണ് വോട്ടെണ്ണൽ. മണ്ഡലത്തിൽ സ്വാധീനമുള്ള ലീഗിലെ പ്രവർത്തകരും രമയ്ക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ട്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ ശ്രമമെന്ന പരാതി. CPM RSP കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചെന്ന് പരാതി. CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം ജില്ലാ സൗത്ത് LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തിയതാണ് പരാതി. കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിൽ വെച്ചാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയതെന്നും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. കലാശക്കൊട്ട് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സംഭവം നടക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം, നേരത്തെ കൗൺസിലറായിരുന്ന നേതാക്കൾ അടക്കമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ചർച്ചയിൽ പങ്കെടുത്തത്. RSPയുടെ ഭാഗത്തു നിന്നും കൊല്ലം സൗത്ത് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും KPCC-ക്കും RSP സംസ്ഥാന നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് RSP ലോക്കൽ സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നത് കൊല്ലം കോർപ്പറേഷൻ മേയർക്കായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം നടന്നു.